ചങ്കാള മുത്തുമണികളാ. പിന്നെ നമ്മളെ ഈ കത്തി നല്ല മീൻ വെട്ടാൻ വേണ്ടി ഉള്ള കത്തിയാണ് കാച്ചി കൊണ്ടുവന്നത്. പക്ഷെ അതിന്റെ വായ്ത്തലാണ്ട് ഞങ്ങൾ ഇവിടെ ചെറുതായിട്ട് പൊടിഞ്ഞു പോയിന്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ നേരെയാക്കാന്നാണ് ഇപ്പൊ കാണിച്ചു തരുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഇതിന്റെ മേലെ വെള്ളാരങ്കല്ല് പൊടി ഇട്ടാണ്ടാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ ആ വെള്ളാരങ്കല്ല് പൊടി ഇട്ടാൽ നമുക്കിത് ഈ പൊട്ട് ചെറുതായിട്ട് പൊട്ട് വന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ല. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ഇതാണ്. ഇതുപോലത്തെ ഒര പേപ്പറിന്റെ ഷീറ്റ് ഒന്ന് വാങ്ങിയിട്ട് 1 മീറ്റർ ഷീറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഇതിന്മേൽ അടിക്കാൻ പോവാണ്. അടിക്കാൻ ഇപ്പൊ ഇതിപ്പോ നമ്മളെ മീൻ കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാർക്കും വീട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ മടങ്ങിയ കത്തികളൊക്കെ പൊട്ടുള്ള കത്തികളൊക്കെ നമ്മൾ ശരിയാക്കി എടുക്കാൻ എങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചു തരുന്നത്. അത് അതിന് നമ്മളെല്ലാത്തിനും നമ്മള് കാച്ചാൻ കൊണ്ട് അതിനെ ചുട്ട് കാച്ചി കൊണ്ടതിന്റെ ആവശ്യമില്ല. അത് കാച്ചി കൊണ്ടുവന്ന കത്തിയാണ് ഇപ്പൊ. അത് വെട്ടിയപ്പം വലിയ മീനൊക്കെ കൂട്ടുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകും. അപ്പൊ അത് ആ പൊട്ടിപ്പോണ് റെഡിയാക്കാനാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത്, ഈ പണി ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ആണി ഇതേപോലത്തെ ചെറിയ അലക് ഇതിന്റെ തിമരാണ് ആണി അടിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ആ കത്തി റെഡിയാക്കാനാണ് ഇപ്പൊ ഈ പണിയെടുക്കണത് നമ്മള്. പിന്നെ ഇപ്പൊ മീൻ കച്ചവടക്കാർക്ക് ആരും വേറെ ആൾക്കൊക്കെ കത്തി ചെറുതായിട്ട് പൊട്ടി കഴിഞ്ഞാൽ ചെറിയ പൊട്ടാണെങ്കിൽ വലിയ പൊട്ടാണെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യം നമ്മൾ കാച്ചി റെഡിയാക്കേണ്ടി വരും, കത്തി ചുറ്റി അയച്ചേണ്ടി വരും. ഇതിപ്പോ അതിന്റെ ആവശ്യമല്ല, ചെറുതായിട്ട് നമുക്ക് റെഡിയാക്കാനാണ് ഇപ്പൊ നമ്മൾ ഈ ഷീറ്റ് ഇതിന് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മള് കത്തി തേക്കാൻ പോവാണ്. ഇത് തേച്ച് റെഡിയാക്കാണ് നമ്മൾ കേട്ടോ. ഇതാണ് പൊട്ട്. ഈ പൊട്ട് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുന്നു. ഇതിന്റെ ഈ തണ്ടകൾ ഇവിടെയൊക്കെ ഇങ്ങനെ വാള് വാറണം, ചെറിയ പൊട്ടുകളാക്കി. ഓക്കെ, അപ്പൊ നമ്മളിത് തേക്കാൻ പോവാണ്. ഇത് നമ്മള് വെള്ളാരങ്കല്ലിന്റെ പൊടി ഇട്ട് ചെയ്താല് ഇതിന്റെ ഈ പൊട്ട് ഇതിന് ചിലപ്പോൾ പോയി കിട്ടൂല. മൂർച്ചം കൂടാൻ വെള്ളാരങ്കല്ലിന്റെ പൊടി ഇട്ട് ചെയ്താൽ ഈ ഓരോ പേപ്പർ കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൊട്ടുകളൊക്കെ നമുക്ക് കളയാൻ പറ്റും. ഇതിപ്പോ 2 ദിവസം മുന്നേ കാച്ചി കൊണ്ടുവന്ന കത്തിയാണ്. പക്ഷെ മൂർച്ചുള്ള കത്തി ആയതുകൊണ്ട് തന്നെ വലിയ മീൻ വെട്ടുമ്പം അതിന്റെ ഉറപ്പുള്ള വാങ്ങ വെട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകുന്നോണ്ട് ആണ് ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചങ്കാള ഇതേ വാൾ പോലത്തെ ചെറിയ പൊട്ടാണ്, ചെറിയ പൊട്ട്. അത് ഈ ഇറച്ചി നമ്മൾ നല്ല മീനൊക്കെ വെട്ടുമ്പം അതിൻ്റെ ഇറച്ചിമ കുടുങ്ങി ഇറച്ചി പൊടിഞ്ഞ് പോരും. ഇറച്ചി അതിമ കുടുങ്ങി കൊടുക്കും. അതായത് ചെറിയ വളരെ നേർത്ത പൊട്ടായിരിക്കും. പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന പൊട്ടൊന്നും അല്ല, ചെറിയ പൊട്ടുകളാണ്. നമ്മൾ നല്ല സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് പിന്നെ മീൻ വെട്ടുമ്പോൾ നമ്മൾക്ക് അത് ഇങ്ങനെ മീൻ ആ ഇറച്ചി അതിമ കുടുങ്ങി ഇങ്ങനെ പോന്നിട്ട് ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മളിത് വെട്ടി ഇത് സംഗതി ഉഷാറായിട്ട് ഇതേപോലത്തെ ഇത് വെറുക്കലാസും പെട്ട് നല്ലോണം മൂർച്ച കൊണ്ട് ഏകദേശം ഒരു 5-6 മിനിറ്റോളം നമ്മൾ തേക്കണം. നല്ലോണം തേച്ചാലേ ശരിക്കും അത് ഒഴിഞ്ഞു പോകുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വെള്ളാരങ്കല്ലിൻ്റെ പൊടി ഇട്ട് തേച്ചാൽ നമുക്ക് ഇതേമാതിരി ശരിക്ക് കറക്റ്റായിട്ട് ആ പൊട്ട് ശരിക്കും ഒന്ന് പോയി കിട്ടില്ല. അപ്പോൾ ഇതേമാതിരത്തെ ഒര പേപ്പറുമ്പോൾ നല്ല തേച്ച് കഴിഞ്ഞാൽ ആ പൊട്ട് ചെറിയ പൊട്ടുകളാണ് പോയി കഴിഞ്ഞാൽ നല്ല ക്ലിയർ വായ്ത്താര ക്ലിയർ ആവും. പിന്നെ നമുക്ക് നല്ല പൊടിയിട്ടാണ് തേച്ചാൽ ക്ലിയർ ആയിക്കോളും. അപ്പൊ ചെങ്കൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പോരും മുൻഭാഗങ്ങൾ. ഇത് തേക്കുമ്പോഴാണ് സംഭവിക്കുക. അത് ഇതിന്റെ കണ്ടങ്ങൾ ഇങ്ങനെ ഇത് ലെവലായി കിട്ടണമെങ്കിൽ ഇപ്പൊ പൊട്ടുഭാഗങ്ങൾ ആ ഉള്ളിലേക്ക് അധികം പൊട്ടു പോയതൊക്കെ ഇപ്പം ശരിയായി. ചെറിയ പൊടിയായിട്ടുണ്ട് പോകുന്നത്. നിങ്ങൾ ഇതിന്റെ പൊടികളാണ്. അതിന് രണ്ട് തേക്കും കൂടി തേച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും. വയത്താലിന്റെ പൊട്ട് ക്ലിയർ ആയിട്ടോ. വയത്താലിന്റെ പൊട്ടി നമ്മളത് മൂർച്ചം കൂട്ടാനാണ് പോകുന്നത്. അതിന് നമ്മൾ ലേശം വെള്ളാരങ്കല്ലിന്റെ പൊടി പൊടിച്ചാണ്ട് അതിമ കിട്ടാണ്ട് ചെയ്താൽ വളരെ നല്ല ഉഷാറാവും, നല്ല മൂർച്ചയായി മാറും. ഓക്കെ, അപ്പൊ ചങ്കളത് നമ്മളെ വായത്താനൊക്കെ ക്ലിയർ ആയി. ഇനി നമ്മളിത് മൂർച്ചാക്കാണ്. ഇതിന് ലേശം പൊടി നമ്മുടെ വെള്ളാരങ്കല്ലിന്റെ പൊടി ഇതിലേക്ക് പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മേലെ ആ മൂർച്ചം കൂട്ടാനുള്ള പണിയാണ് ഇപ്പൊ നമ്മൾ എടുക്കണ്ടോ. അപ്പോൾ ചങ്കളത്ത് നമ്മളെ ഇത് വെള്ളാരങ്കലിൻ്റെ പൊടി ഇട്ടാലാണ് നല്ല മൂർച്ചയായി കിട്ടുള്ളൂ. അതാണ് നമ്മൾ ആദ്യം പരുക്കനിട്ട് മറ്റേ തേച്ചിട്ട് അതിൻ്റെ ആ പൊട്ടൊക്കെ ക്ലിയർ ആയതിന് ശേഷമാണ് വെള്ളാരങ്കലിൻ്റെ പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ കുറച്ച് വലിയ പൊട്ടാണെങ്കിൽ ഇത് നമ്മൾ കാച്ചെണ്ണ വേണ്ടി വരും. ചെറിയ പൊട്ടായി കണ്ട് ഇങ്ങനെ കടിച്ച് പറിച്ചു കൊണ്ടുവെക്കും ഇറച്ചി വെട്ടുമ്പോൾ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് വീട്ടിലായാലും കടയിലൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് ചെയ്താൽ പെട്ടെന്ന് കാച്ചാൻ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരില്ല. മൂർച്ചയായി അതിൻ്റെ പൊട്ട് പോയി സൂപ്പറായി. കണ്ടങ്ങൾ കത്തിയെല്ലാം മൂർച്ചയായി. അതെ, പൊട്ട് പോയി, അതിൻ്റെ ആ പൊട്ട് പോയി ഇപ്പോൾ ക്ലിയർ ആയി. കണ്ടേ ഞങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളേ
ഇപ്പോൾ ഒരു പപ്പൻസ് നെയ്മീൻ ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കത്തിയൊക്കെ റെഡി ആക്കിയല്ലേ. അപ്പോൾ ആ കത്തി കൊണ്ട് നമ്മൾ വെട്ടാൻ പോകണം. ഒരു ഓർഡർ വന്നത് വെട്ടാൻ പോകണപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് തോല് പൊളിച്ച് വെട്ടണ ഒരു ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂസം കൂട്ടിയ കത്തി കൊണ്ടാണ് ഈ പണിയെടുക്കുന്നത്. അല്ല ഇന്ന് വീഡിയോ വിട്ടിട്ടില്ല. നമ്മൾ ഈ പപ്പൻസ് തോല് പൊളിക്കണം. സാധാരണ അങ്ങനെ ചെളുക്കളഞ്ഞ് വെട്ടലാണ്. ഇതിപ്പോൾ നമ്മൾ തോല് പൊളിക്കണതാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്ര സിമ്പിളായിട്ട് പൊളിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. നിങ്ങളാണ് അടിപൊളി മീനാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ മൂർച്ചയാക്കിയ കത്തി കൊണ്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. അടിപൊളി മൂർച്ചയായി. അവിടെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. അതിങ്ങനെ വെച്ചെടുത്താൽ അരിഞ്ഞിങ്ങനെ എടുക്കാം. മറ്റേ പൊട്ടായിരുന്നു ഇതിൻ്റെ മുന്നേ. അപ്പോൾ പൊട്ടാകുമ്പോൾ ഇങ്ങനെ ഇറച്ചി ഉടഞ്ഞുടഞ്ഞ് പോകും. അപ്പോൾ ആ പ്രശ്നമില്ലാതെയായി, ഉഷാറായി. ഓക്കെ, ഇപ്പം നമ്മൾ തലേന്ന് വെട്ടാം. അതിന് വേറെ കത്തിയെടുത്താണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അയിലാണ് വെട്ടാൻ പോകേണ്ടത്. അതിൻ്റെ ചിറകുന്നൊക്കെ വെട്ടാണ്. കത്തിരിക കൊണ്ടാണ് ഇപ്പോൾ ഇത് വെട്ടി കളയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലുള്ള ചിറകും മുള്ളൊക്കെ നമ്മൾ വെട്ടിക്കളയണം. നമ്മള് വെട്ടാൻ പോകട്ടെ. നമ്മൾ അയില വെട്ടിക്കൊണ്ടിരിക്കുക. കത്തിയൊക്കെ മൂർച്ചയായി കഴിഞ്ഞാൽ എത്ര പീസാക്കണ്ടേ? 2 പീസല്ലേ? 2 പീസാക്കി ഇങ്ങനെ വിടുകയാണ് നമ്മളെ അയില. എന്നിട്ട് ഞങ്ങൾ സൂപ്പറായിട്ട് വെട്ടി പീസാക്കി. അപ്പം ചങ്കളെ നമ്മളെ ഇത്തരം വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. തുടർന്നും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ